1000 പേർ പരിഹസിക്കുന്നിടത്ത് അയാൾ അവതരിക്കും. വർഷങ്ങളായി അത് അങ്ങനെ തന്നെയാണ്. യൂറോപ്പിൻ്റെ തണുപ്പിലും വിയർപ്പിലും കുതിർന്ന കുപ്പായത്തിൽ പലതവണ നമ്മൾ ആ മഹാമേരുവിനെ കണ്ടതാണ്. കാലുറക്കാത്ത കാലം തൊട്ട് അയാൾ തലച്ചോറിൽ അങ്ങനെ കലങ്ങി മറയുന്നുണ്ട്. റൊണാൾഡോയെക്കുറിച്ചാണ്. ലോകത്തിലെ 7 ലോകവും വെട്ടിപ്പിടിച്ച ഒരു 7ാം നമ്പറുകാരൻ. ഇനിയൊരു കിരീടവും ചെങ്കോലും ഇല്ലെങ്കിൽ പോലും 7 ലോകവും അളന്ന് തിട്ടപ്പെടുത്തി വെച്ചാൽ പോലും ഇയാളുടെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. പ്രായം മനസ്സിനെയും ശരീരത്തിനെയും തളർത്തുന്ന ഒരു പ്രായമുണ്ട്. പ്രായം ശരീരത്തെയും മനസ്സിനെയും തളർത്തുന്ന ഒരു നേരമുണ്ട്. മനുഷ്യൻ സ്വയം പിടികൊടുക്കുന്ന സമയം. നിരാചരകൾ പടർന്ന് പന്തലിക്കാൻ ശ്രമിക്കുന്ന നിമിഷം. അതിന് ചില നേരങ്ങളിൽ കണ്ടിക്കും വിധത്തിൽ ഒരു നാടൻ ചൊല്ലുണ്ട്. പ്രായം അത് വെറും നമ്പറാണെന്ന്. ഇന്നീ ലോകത്ത് അതിന് ശാസ്ത്രീയമായ ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. അൽ അവാൽ പാർക്കിൽ 3-1 വിജയം നേടി നിൽക്കുകയാണ് അൽ നസർ. മിനിറ്റ് സൂചികൾ ഇഞ്ചുറി ടൈം കാണിക്കുകയാണ്. മത്സരത്തിൻ്റെ അവസാന മിനിറ്റ് സൂചിയിൽ നവാഫിൻ്റെ കോർണർ ക്രോസ് നേരെ പോസ്റ്റിലോട്ട്. എതിരാളിയുടെ ക്ലിയറൻസ് ശ്രമം പായായിക്കൊണ്ട് പോസ്റ്റിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ക്രിസ്ത്യാനോയിലേക്ക്. അപ്പോഴേക്കും അയാൾ അന്തരീക്ഷത്തിലോട്ട് പൊന്തിക്കഴിഞ്ഞിരുന്നു. പിന്നീട് നടന്നതോ മണ്ണിനും മനസ്സിനും എർത്തടിപ്പിച്ചതുപോലെ മലക്കം മറിഞ്ഞ ഒരു ബൈസൈക്കിൾ. പണ്ടങ്ങ് ടൂളിൽ കണ്ടിരുന്ന ഒരു കാഴ്ചയുണ്ട്. എതിർ ആരാധകരും വിമർശകരും വരെ കൈയടിച്ചു പോയ ഒരു നിമിഷം. എന്നാൽ ആ പ്രായമല്ല ഇന്നയാൾക്ക്. 8 കോടി 40 പിന്നിട്ടിരിക്കുന്നു. എന്നിട്ടും ഒരു കോട്ടവും പറ്റിയിട്ടില്ല അയാൾക്കും അയാളുടെ മെയിൻ വഴിക്കച്ചനും. കാരണം അത് ഒരു അപൂർവ തന്നെയാണ്. അൽ നാസർ ഗാലറി ഒന്നാകെ തരിച്ചു നിൽക്കുന്നുണ്ട്. ഡഗൗട്ടിലും അതിൻ്റെ പ്രതിഫലനം കാണും. ഓഷയെ മുട്ടുകൊണ്ടിടിച്ച പാപവും. 2.5 പതിറ്റാണ്ടായി പോർച്ചുഗൽ ജേഴ്സിയിൽ ഒരു റെഡ് കാർഡ്. അങ്ങനെ കുറേയുണ്ട്. കുറച്ചു കാലമായി അയാളുടെ തലക്ക് ചുറ്റും. അവർക്കുള്ള മറുപടി ഒന്നോണം അയാളുടെ കാലിൽ നിന്നും അത് പിറക്കും. അത് ഒരു കെട്ടുകഥയല്ല. തനിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങളെ അയാൾ തീ കൊണ്ടും മണ്ണ് കൊണ്ടും മൂടുന്നതാണ് പതിവ്. എന്നിട്ടും ഇന്ന് അയാൾ നിങ്ങൾക്കാരാണ്. അതെ, അയാൾ അഹങ്കാരിയാണ് എന്നും എല്ലാം പോസിറ്റീവായി കാണുന്നവർ എന്നും അങ്ങനെ തന്നെയാണല്ലോ. കഠിനാധ്വാനവും അതിൽ നിന്നുമുള്ള ഊർജവുമാണ് ഇതിന് പ്രധാന കാരണം. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നും എന്ത് വിചാരിക്കുന്നു എന്നും ഇയാൾക്ക് ഒരു പ്രശ്നമേ അല്ല. അയാൾക്ക് അയാളാണ് മികച്ചത്. അത് അയാളുടെ വിശ്വാസമാണ്. ഞാനൊരു സാധാരണ കളിക്കാരനാണെന്ന് വിചാരിച്ചാണ് അയാൾ ഇന്ന് വരെ വളർന്നിരുന്നെങ്കിൽ നീണ്ട 25 വർഷക്കാലം അയാൾ ഇങ്ങനെ തുടരില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം അയാളുടെ സ്വയം തേച്ചു മിനുക്കലാണെന്ന് കരുതിയാൽ മാത്രം മതി. ക്രിസ്ത്യാനോ റൊണാൾഡോ അയാളുടെ ഏറ്റവും വലിയ ആയുധം അന്തരീക്ഷമാണ്. അവിടെ അയാൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് മറ്റാർക്കും സാധിച്ചു എന്ന് വരില്ല. അർജന്റീനൻ സ്ട്രൈക്കർ ലൗതാരോ പറഞ്ഞത് ഒന്നുകൂടി അക്ഷരം തെറ്റാതെ പറയുന്നുണ്ട്. 7 ലോകവും 7 അത്ഭുതവും 7 കടലും 7 വർണ്ണവും 7 എന്ന നമ്പർ തന്നെ അലങ്കരിക്കുന്നത് അയാളുടെ മേത്താണല്ലോ. അതുകൊണ്ട് അത്ഭുതവും ദൃഷ്ടാന്തവും പിറക്കുക തന്നെ വേണ്ടേ. റൊണാൾഡോ ഉണ്ടെങ്കിൽ പോർച്ചുഗൽ മികച്ചതല്ല എന്ന പാഴ്മോയയും കേട്ട് അമേരിക്കയുടെ നിലങ്ങളിൽ റൊണാൾഡോയെ അയച്ചുവിടാൻ സ്വപ്നം കാണുന്ന റോണോ ആരാധകർക്ക് ഇത് ഒരു റിമൈൻഡറാണ്. ഒന്നും അയാൾ അവസാനിപ്പിച്ചിട്ടില്ല, ഇനി അവസാനിപ്പിക്കുകയുമില്ല. ഇനി നമുക്ക് കാത്തിരിക്കാം 2026 വേൾഡ് കപ്പും എടുത്ത് അദ്ദേഹം പടിയിറങ്ങുന്നത് കാണാൻ. പോർച്ചുഗൽ ടീമിൽ നിന്നും റോണോ പടിയിറങ്ങുന്നതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല. എന്നാലും അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഉൾക്കൊണ്ടേ പറ്റൂ. I actually found it coming in. I thought, surely not. Can he? Yes. If anyone can, Ronaldo can.